എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നിട്ടും വെറും 5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കളമശ്ശേരി ടൗണിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 8 കിലോമീറ്ററും, അതുപോലെ ആലുവ ടൗണിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 7 കിലോമീറ്ററുമാണ്. ഈ വീട്ടിൽ നിന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും 500 മീറ്റർ മാത്രമാണ്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം 4.5 മീറ്റർ വീതിയിൽ കട്ട വിരിച്ച റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.25 സെൻറ്റ് ലാൻഡിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ ടൈപ്പ് ബോക്സി എലവേഷൻ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു എലവേഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു എ ടൈപ്പ് സ്ട്രക്ചർ വരുന്നുണ്ട്, ഒരു മോണിയർ ടൈലിൻ്റെ വർക്ക് വരുന്നുണ്ട്, ലൂവർ പാനലിങ് വരുന്നുണ്ട്, LED സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വരുന്നുണ്ട്, ഒരു ടെറാക്കോട്ട് ജാളിയുടെ വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഒരു കളർ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. തെക്ക് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്ചറൊക്കെ ചെയ്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ വർക്കൊക്കെയാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഒരു 2 വേ ലൈറ്റുകൾ, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഗേറ്റ് ലൈറ്റിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം വരുന്നതാണ്. ഇനി നമുക്ക് ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റുമായിട്ട് CNC ഡിസൈനൊക്കെ കൊടുത്ത് ഒരു ബ്ലാക്ക് കളർ, ബ്രൗൺ കളർ തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോമ്പൗണ്ടിൽ മുഴുവനായിട്ട് കോബ്ലർ സ്റ്റോണുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ പോളിഷിങ് വർക്കുകളൊക്കെ ബാലൻസ് ഉണ്ട്. ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. കൂടാതെ KW വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോറിലായിട്ടൊരു ബ്രൗൺ കളർ ലപ്പോത്ര ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 3 ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ നല്ലൊരു വീതിയുള്ള സ്റ്റെപ്പിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് പ്ലാന്റ് ബോക്സുകൾ വയ്ക്കാനുള്ള സൗകര്യം വരുന്നുണ്ട്. ഈ സൈഡിലായിട്ടൊരു ടെറാക്കോട്ട് ജാളിയുടെ വർക്ക് ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് 2 പാളി വിൻഡോ ഇവിടെ വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടുള്ള മെയിൻ ഡോറാണ് വരുന്നത്. ഒരു 1.20 വീതിയിൽ വരുന്നൊരു സ്ട്രൈപ്പ് ഡിസൈൻ കൊടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കട്ടിലെല്ലാം ആഞ്ഞിലിയും ഡോറൊക്കെ മഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു L ടൈപ്പ് സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലായിട്ടൊരു ഗ്ലോസി ബീജ് കളർ ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് കിഴക്ക് വശത്ത് ഒരു 2 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. തെക്ക് വശത്ത് 2 സിംഗിൾ പാളി ഫ്രഞ്ച് വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെയിം കളർ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് TV യൂണിറ്റിൻ്റെ പ്രൊവിഷൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ, LED സിംഗിൾ വാട്ട് ലൈറ്റുകളുടെ പ്രൊവിഷൻ വരുന്നുണ്ട്. നല്ല മൾട്ടിവുഡിൻ്റെ ഒരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഡൈനിങ്ങിൻ്റെ പാസേജിലായിട്ട് നല്ലൊരു പാർട്ടീഷൻ വർക്കുകൾ വരുന്നുണ്ട്. ഒരു എച്ചിങ് ഗ്ലാസിൻ്റെ വർക്കൊക്കെ കൊടുത്ത് സിംഗിൾ വാട്ട് LED വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ വടക്ക് വശത്തായിട്ടുള്ള ഭിത്തിയിൽ ഒരു ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ ഒരു വിസിബിലിറ്റി സൗകര്യം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കാറ്റും വെളിച്ചം കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കിച്ചൻ്റെ പാസേജിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൗണ്ടറിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ലൂവർ പാനലിങ്ങിൻ്റെ വർക്ക് വരുന്നുണ്ട്. എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രോക്കറി ഷെൽഫൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലുള്ള ഒരു കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വലിയൊരു ഫ്രിഡ്ജൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു L ടൈപ്പിൽ വരുന്ന ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടും മുകളിലായിട്ടും ഒരു ബീച്ച് കളർ എന്താ പറയുക, ഒരു വുഡൻ കളർ കോമ്പോയിൽ വരുന്ന ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കിഴക്ക് വശത്തായിട്ടൊരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിൻറ്റ്സ് എല്ലാം ഈ ഭാഗത്തും വരുന്നുണ്ട്, ആ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഒരു ക്വാളിറ്റിയുള്ള സിങ്കും ടാപ്പിൻ്റെ വർക്കും വരുന്നുണ്ട്. ടാപ്പ് എല്ലാം ഫിനിഷിംഗ് ലെവലിലെല്ലാം തീർത്ത് ബിൽഡർ നൽകുന്നതാണ്. അവിടെ നിന്ന് ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ
അത്യാവശ്യം ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ടൈലൊക്കെ വിരിച്ച് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ഇവിടെ കവേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്കുള്ള പാസേജിൽ നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാസേജിലായിട്ട് തന്നെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഒരു ലൈറ്റിംഗ് മിററിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ്റെ വർക്കുകൾ ബാലൻസ് ഉണ്ട്. ടാപ്പിൻ്റെ വർക്കുകളും അവർ ബിൽഡർ തീർത്ത് നമുക്ക് നൽകുന്നതാണ്. ഇനി താഴത്തെ നിലയിൽ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അത്യാവശ്യം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കൂടാതെ ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ടും 2 സിംഗിൾ പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ സെയിം കളർ പാറ്റേണിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കബോർഡ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സിംഗിൾ പാളി കബോർഡ് വർക്ക് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ഡ്രസ്സിങ് മിററും അതിനോട് ചേർന്നിട്ട് ഒരു മേക്കപ്പ് ഷെൽഫും അതിൻ്റെ താഴെയായിട്ട് ഡ്രോകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂം സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അതിൻ്റെ വർക്കുകളെല്ലാം ബാലൻസ് ഉണ്ട്. സെറയുടെയും ജാഗ്വറിൻ്റെ ഫിറ്റിങ്സുകളാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു പക്ക മാസ്റ്റർ ബെഡ്റൂം, സൂപ്പർ മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഏകദേശം 160ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിലാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. 2 സിംഗിൾ പാളി വിൻഡോ തെക്ക് ഭാഗത്തായിട്ട് കൊടുത്തിട്ട് ഹെഡ് റെസ്റ്റ് വരുന്നത് ഈ ഭാഗത്താണ്. കൂടാതെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കബോർഡ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നേ പോലെ തന്നെ സെയിം വലിപ്പത്തിൽ വരുന്ന സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്കും ഡ്രസ്സിംഗ് മിററും വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും ബാത്റൂം വർക്കുകളൊക്കെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നുള്ള സെയിം ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് വൈസ് സ്റ്റെയർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടറൊക്കെ വയ്ക്കാനായിട്ട്. അതിൻ്റെ വാക്ക് വേലായിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട മാതിരി തന്നെ ഒരു ബ്രൗൺ കളർ ലപ്പോത്ര ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഒരു 90 to 90യുടെ ഒരു ലാൻഡിങ് കിട്ടുന്നുണ്ട്. ഈ ഭിത്തിയിലായിട്ട് ഒരു ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്ക് വരുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ തന്നെ ഒരു ലൈറ്റിങ് കിട്ടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലത്തെ നിലയിലെത്തിയാൽ സെയിം ഒരു ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ വർക്കിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നേരെ വരുന്നത് ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെയും TV യൂണിറ്റിൻ്റെ പ്രൊവിഷൻസ് എല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു സൗകര്യവും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. 2 ബാൽക്കണിയാണ് ഈ വീടിന് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് അപ്പർ ലിവിങ് സ്പേസിൽ നിന്നുള്ളൊരു ബാൽക്കണി സ്പേസാണ് വരുന്നത്. ടെറാക്കോട്ട് ജാളിയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ റെയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു സൂപ്പർ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏകദേശം ഒരു 170 സ്ക്വയർ ഫീറ്റോളം വലിപ്പം വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണിത്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. തെക്ക് വശത്തായിട്ട് ഒരു 3 പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 2 പാളി വിൻഡോ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ സെയിം കളർ പാറ്റേണിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കബോർഡ് സ്പേസിലേക്കാണ്. നമ്മൾ താഴെ കണ്ട സെയിം ഡിസൈനിൽ വരുന്ന കബോർഡ് വർക്കുകൾ തന്നെയാണ് മുകളിലും കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളുള്ള കബോർഡ് വർക്കാണ്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് മിററും മേക്കപ്പ് ഷെൽഫും എല്ലാം ഡ്രോയ്സും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ബാത്റൂമിൻ്റെ വർക്കുകൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫിനിഷിംഗ് ലെവലിലാണ് നിൽക്കുന്നത്. സെയിം ഫിറ്റിങ്സുകളും കാര്യങ്ങളും തന്നെ ബിൽഡർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിൽ ടോട്ടലി 4ാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്ട്രക്ചറിൽ നിൽക്കുന്നുണ്ട് തന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്.
ബെഡ് ലാമ്പിൻ്റെ പ്രൊവിഷൻസ് വരുന്നുണ്ട്. സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ലെഗ്രാൻഡിൻ്റെ ആൽജി എന്ന് പറയുന്ന മോഡലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ കേബിളുകളെല്ലാം വരുന്നത് വി ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുമ്പോൾ വടക്ക് ഭാഗത്തായിട്ട് 2 ഡബിൾ പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോൾ സീലിങ്ങിലേക്ക് വന്നറിഞ്ഞാൽ സെയിം ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ ഇവിടെയും കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ട്. കബോർഡ് വർക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ട് സെയിം വലിപ്പത്തിൽ വരുന്ന കബോർഡ് വർക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് മിറർ വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡായിട്ട് ആണ് ബാത്റൂം സൗകര്യം വരുന്നത്. പെൻഡിങ് ഉള്ള ബാത്റൂം വർക്കുകളെല്ലാം തീർത്ത് ബിൽഡർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. നല്ലൊരു ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു യൂട്ടിലിറ്റി സ്പേസ്. കോൺക്രീറ്റ് ടോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് GI ഫ്രെയിമിൻ്റെ ഗ്രിൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ടൈലിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ബീജ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കൊരു ചെറിയൊരു സ്റ്റഡി ഏരിയ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയൊക്കെ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ ഒരു ഗ്രിൽ ഡോർ തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഇവിടെ വരുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ തന്നെയാണ് ബിൽഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. GI ഫ്രെയിമിൽ ഒരു ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെറസിലേക്ക് കയറാനും മുകളിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും ഈ ഏരിയ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി, 2ാമത്തെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. ഒരു ബാൽക്കണി നമ്മൾ മുന്നേ കണ്ടു കഴിഞ്ഞു. ഇത് ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് ഈ ബാൽക്കണി സ്പേസ് വരുന്നത്. സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ലോവർ പാനലിങ് വരുന്നുണ്ട്. LED സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ ടോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടെറാക്കോട്ട് ജാളിയുടെ വർക്ക് വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് നിന്നുള്ള കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ബാൽക്കണി നമുക്ക് കാണാൻ കഴിയുക. കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നിട്ട് ഏകദേശം 5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഏകദേശം 16ഓളം വില്ലകൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇപ്പോൾ വന്നത്. അതിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇവിടെ വന്നിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 9 കിലോമീറ്ററാണ്. കൂടാതെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അദാനി ലോജിസ്റ്റിക് പാർക്ക്, ന്യൂവാൾസ് കോളേജിലൊക്കെ എല്ലാം ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കൂടാതെ ആലുവ ടൗണിലേക്കും തൃപ്പൂണിത്തുറക്കും എല്ലാം ആക്സസ് കിട്ടുന്ന ഒരു സൗകര്യം നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.25 സെൻറ്റ് ലാൻഡിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 90 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും നമുക്ക് ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.